ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കുട്ടിക്കേക്കാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് കുട്ടിക്കേക്കിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് 1/2 ഗ്ലാസ് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് വരട്ടെ. ഇനി നമുക്കിതിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ചൂടോടെ തന്നെ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു സ്നാക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ 1 മന്തൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഇത് മാവിയെ നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കില്ല, ആ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി മാവിൽ നിന്ന് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബോൾ ഉണ്ടാക്കിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് പരത്തരുത്, അത്യാവശ്യം കട്ടിയോടെ വേണം പരത്തിയെടുക്കാനായിട്ട്. പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ നീളത്തിലുള്ള കഷ്ണങ്ങളുണ്ടല്ലോ, അത് ചെറിയ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു കുട്ടിക്കേക്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. ഇപ്പോഴത്തെ ഞാൻ മുഴുവൻ മാവ് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുട്ടിക്കേക്ക് ഉണ്ടല്ലോ, അതെല്ലാം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരും വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. ഇപ്പോഴത്തെ കുട്ടിക്കേക്ക് നന്നായിട്ട് പൊങ്ങി കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് വേണം ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. ഇപ്പോഴത്തെ നമ്മുടെ കുട്ടിക്കേക്കിൻ്റെ 2 ഭാഗവും നല്ലപോലെ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് ഡാർക്ക് ബ്രൗൺ കളറായി വരണം. ഇപ്പോൾ നോക്കിയാൽ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കുട്ടി കേക്ക് റെഡി. നോക്കിയാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയി കിട്ടില്ല, പക്ഷേ ഇത് ഇരിക്കും തോറുമാണ് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ കുട്ടി കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നോക്കിയാൽ നന്നായിട്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നിങ്ങൾക്ക് ഇതൊരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്വാദിഷ്ടമായ കുട്ടി കേക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.